നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മെ വളരെയധികം നടുക്കിയ വേദനിപ്പിച്ച ഒരു സംഭവമാണ് ഇടുക്കി കുമ്മളിയിലെ സ്വകാര്യ ബസ് കണ്ടക്ടർ രഞ്ജീഷിൻ്റെ ആത്മഹത്യ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അത് ഉൾക്കൊള്ളാനാകാതെ കണ്ണീരിലാണ് സുഹൃത്തുക്കളും നാട്ടുകാരും. രഞ്ജീഷിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ച് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ രഞ്ജീഷിന് നീതി കിട്ടാൻ നിയമ പോരാട്ടം നടത്താൻ കുടുംബം ഒരുങ്ങുകയാണ്. അതിനിടയിൽ അഭിഭാഷകൻ തയ്യാറായി രംഗത്തെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവം മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. ബസ്സിൽ ഷിംജിത എന്ന യുവതി പകർത്തിയ വീഡിയോ, ഇതിന് പിന്നാലെ മാനസികമായി തകർന്ന ദീപക് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന് വേണ്ടി കളത്തിലിറങ്ങിയ വക്കീലാണ് ഇപ്പോൾ രഞ്ജീഷിന് നീതി കിട്ടാനായി കളത്തിലിറങ്ങാൻ ഒരുങ്ങുന്നത് എന്ന വിവരങ്ങൾ പ്രചരിക്കുകയാണ്. എന്തായാലും രഞ്ജീഷിന് നീതി കിട്ടാൻ വേണ്ടി നിയമ പോരാട്ടം നടത്താൻ അഭിഭാഷകൻ തയ്യാറായി നിൽക്കുന്നു എന്ന വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. ദീപക് ജീവനൊടുക്കിയ കേസുമായി ബന്ധപ്പെട്ട് ദീപകിന്റെ കുടുംബത്തിന് വേണ്ടി അഡ്വക്കേറ്റ് പ്രമോദ് കൂട്ടായിയാണ് കേസ് കൈകാര്യം ചെയ്തത്. ഈ കേസിൽ സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച ഓൾ കേരള മെൻസ് അസോസിയേഷന് വേണ്ടി ഹർജി ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് ഷൈജൻ സി ജോർജ് ആയിരുന്നു. എന്തായാലും ദീപകിന്റെ വിഷയത്തിൽ ഇടപെട്ട അതേ വക്കീൽ തന്നെ ഇപ്പോൾ രഞ്ജീഷിന്റെ വിഷയത്തിലും ഇടപെടാൻ ഒരുങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഭവത്തിലേക്ക് വരാം. ഒരാഴ്ച മുൻപ് വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച രഞ്ജീഷ് ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ബുധനാഴ്ച മരിച്ചത്. കോഴിമലയിൽ മകനും മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താമസം. 6 വർഷം മുൻപ് ജോലിക്കായി ഭാര്യ ഷാർജയിലേക്ക് പോയി. ഇതോടെ രഞ്ജീഷും മകനും മാത്രം നാട്ടിലായി. പിന്നീട് ഭാര്യ അവിടെ മറ്റൊരാളുമായി ബന്ധത്തിലായി. രഞ്ജീഷുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. 1 മാസം മുൻപ് നാട്ടിലെത്തിയ ഭാര്യ മകനെ ഒപ്പം കൊണ്ടുപോകാൻ കട്ടപ്പന കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതി അനുമതി കിട്ടിയതോടെ ഇത്രയും കാലം തനിക്കൊപ്പം വളർത്തിയ മകനെ രഞ്ജീഷിന് വിട്ടു നൽകേണ്ടി വന്നു. മകനെ പിരിഞ്ഞതിന്റെ വേദന താങ്ങാനാകാതെയാണ് രഞ്ജീഷ് ജീവനൊടുക്കിയത്. 6 വർഷത്തിന് ശേഷം 1 മാസം മുൻപാണ് ഭാര്യ നാട്ടിലെത്തിയത്. മകനെ വിട്ടുകിട്ടാൻ അവർ കോടതിയെ സമീപിച്ചു. കോടതി അനുമതി നൽകി. ഇതോടെ മകനെ അമ്മയ്ക്കൊപ്പം അയക്കേണ്ടി വന്നു. മകനോടുള്ള വേർപാടിന്റെ വേദന രഞ്ജീഷിന് താങ്ങാൻ സാധിച്ചില്ല. മരണശേഷം അച്ഛൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോലും മകനെ അയക്കാൻ ആദ്യം തയ്യാറായില്ല. പിന്നീട് കോടതിയെ സമീപിച്ചാണ് ചടങ്ങുകൾക്കായി മകനെ എത്തിച്ചതെന്നും റോബിൻ, അതായത് പഞ്ചായത്ത് അംഗം റോബിൻ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. മകനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന രഞ്ജീഷിന് കുട്ടിയെ അമ്മയ്ക്കൊപ്പം പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത അംഗീകരിക്കാനായില്ല എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവർ പറയുന്നത്. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു രഞ്ജീഷ് എന്നും ആരോടും പിണക്കമില്ലാത്ത സ്വഭാവമായിരുന്നുവെന്നും ഈ ഉറ്റവരൊക്കെ പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളോട്. ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടയിലുള്ള രഞ്ജീഷിന്റെ ദൃശ്യങ്ങളും സുഹൃത്തുക്കൾ പങ്കുവച്ച ഓർമ്മകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളടക്കം നിറയുന്നുണ്ട്. പ്രിയപ്പെട്ട മകനെ പിരിഞ്ഞതിന്റെ വേദനയിൽ ജീവിതം അവസാനിപ്പിച്ച രഞ്ജീഷിന്റെ വിയോഗം നാടിനെ ആകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ഈ സംഭവത്തിൽ പ്രതികരിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്ത് വന്നിരുന്നു. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെങ്കിലും അതൊരു കൊലപാതകമാണെന്നും ആ കുഞ്ഞിന്റെ ബാല്യത്തെ അമ്മ കൊന്നുവെന്നും ഭാഗ്യലക്ഷ്മി ആരോപിച്ചു. ഈയിടെയായി നിരന്തരം കേൾക്കുന്ന വാർത്തയാണ് മനസാക്ഷിയില്ലാത്ത കൊലപാതകങ്ങൾ. ഒരുപാട് വേദന തോന്നി ഈ വാർത്ത കണ്ടപ്പോൾ. ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്തതാണെങ്കിലും അതൊരു കൊലപാതകമാണ്. 8 വർഷം നെഞ്ചോട് ചേർത്ത് വളർത്തിയ കുഞ്ഞിനെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്ന പോലെ പറിച്ചെടുത്ത പോലെ കൊണ്ടുപോയപ്പോൾ അയാളെ കൊല്ലുകയായിരുന്നു ആ പെൺകുട്ടി. എന്നെങ്കിലും അവന് അച്ഛൻ്റെ അടുത്തേക്ക് വരാൻ പോലും ആകാതെ ആ കുഞ്ഞിൻ്റെ ബാല്യത്തെയും ആ അമ്മ കൊന്നു. അവൻ്റെ മനസ്സിൽ നിന്ന് മായില്ല അച്ഛനുമായുള്ള ഓർമ്മകൾ. ഇതിൽ നഷ്ടം ഈ അച്ഛനും മകനും മാത്രമേ ഉള്ളൂ. ഒരാളുടെ മരണത്തിന് കാരണക്കാർ ആവാതിരിക്കുക എന്നായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ. കോഴിമലയിൽ പ്രായമായ മാതാപിതാക്കൾക്കും മകനുമൊപ്പമായിരുന്നു രഞ്ജീഷ് താമസിച്ചിരുന്നത്. കുടുംബജീവിതത്തിലുണ്ടായ അപ്രതീക്ഷിത തകർച്ചകളും മാനസിക വിഷമങ്ങളുമാണ് രഞ്ജീഷിന് ഇത്തരം ഒരു കടുംകൈ ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ. 6 വർഷം മുൻപ് സാമ്പത്തിക ഭദ്രത ലക്ഷ്യമിട്ട് ഭാര്യ ജോലിക്കായി ഷാർജയിലേക്ക് പോയതോടെയാണ് രഞ്ജീഷിന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ എത്തിയ ഭാര്യ പിന്നീട് മറ്റൊരാളുമായി ബന്ധത്തിലാവുകയും തുടർന്ന് രഞ്ജീഷുമായുള്ള ദാമ്പത്യ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുകയുമായിരുന്നു. ഭാര്യ വിദേശത്തേക്ക് പോയതോടെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വളർത്തിയ രഞ്ജീഷിന്റെ ജീവിതം മകന് വേണ്ടി മാത്രമായി മാറി. എന്നാൽ ഇതിനിടയിൽ 6 വർഷത്തിന് ശേഷം 1 മാസം മുൻപ് നാട്ടിലെത്തിയ ഭാര്യ മകനെ തന്റെ ഒപ്പം വിദേശത്തേക്ക് കൊണ്ടുപോകാനായി കട്ടപ്പന കോടതിയെ സമീപിക്കുകയായിരുന്നു. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി ഉത്തരവ് ഭാര്യയ്ക്ക് അനുകൂലമായി മാറി. അമ്മയോടൊപ്പം പോകാൻ
കുട്ടിക്ക് അനുമതി കിട്ടി. വർഷങ്ങളോളം താൻ കൂടെ കിടത്തി പോറ്റി പുലർത്തിയ ഏക മകനെ പെട്ടെന്നൊരു ദിവസം അമ്മയ്ക്കൊപ്പം വിട്ട് നൽകേണ്ടി വന്നത് അത് ആ പിതാവിനെ വളരെയധികം തകർത്ത് കളഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല രഞ്ജീഷിന്റെ മരണശേഷവും ക്രൂരമായ നിലപാടുകളാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നു. അച്ഛന്റെ വിയോഗ വാർത്ത അറിഞ്ഞിട്ടും കുട്ടി അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ പോലും വിട്ടു നൽകാൻ അമ്മ ആദ്യം തയ്യാറായില്ല. ഒടുവിൽ ബന്ധുക്കളും നാട്ടുകാരും വീണ്ടും കോടതിയെ സമീപിച്ച ശേഷമാണ് കടുത്ത നിബന്ധനകളോടെ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾക്കായി കുട്ടിയെ നാട്ടിലേക്കാൻ സാധിച്ചത്. നാട്ടുകാർക്കും ബസ്സിലെ യാത്രക്കാർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു രഞ്ജീഷ്. ആരോടും പിണക്കമില്ലാതെ എപ്പോഴും മുഖത്ത് പുഞ്ചിരി മാത്രം സൂക്ഷിച്ച് പെരുമാറിയിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ള നല്ല വാക്കുകൾ. ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനിടയിൽ യാത്രക്കാരോട് വളരെ സ്നേഹത്തോടെയും കൗതുകത്തോടെ ഇടപഴകുന്ന രഞ്ജീഷിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സുഹൃത്തുക്കൾ പങ്കുവച്ച ഓർമ്മക്കുറിപ്പുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ പ്രവർത്തക അഞ്ജു പാർവതി പ്രഫീഷ് ഈ വിഷയത്തിൽ നിർണായകമായ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. ഈ ഒരു ആദരാഞ്ജലി പോസ്റ്റാണ് ആദ്യം കണ്ടത്. പോസ്റ്റ് കണ്ടപ്പോൾ കരുതിയത് അസുഖം വന്നോ അപകടത്തിൽപ്പെട്ടോ മരണപ്പെട്ടു പോയതാവാമെന്ന്. ആ മുഖവും കണ്ണുകളും കണ്ടപ്പോൾ വല്ലാത്തൊരു നോവ് തോന്നി. പിന്നീട് സോഷ്യൽ മീഡിയയിൽ പലരും പോസ്റ്റ് ഇട്ടപ്പോഴാണ് അറിഞ്ഞത് മരണത്തെ വർണ്ണമാല്യം ചാർത്തി ഈ ഭൂമിയിലെ വാസം മതിയാക്കി പോയ യുവാവാണ് രഞ്ജീഷ് എന്ന്. അല്ല, പെണ്ണൊരുത്തി ഒരുമ്പെട്ടപ്പോൾ ജീവിത പുസ്തകം പകുതിക്ക് വെച്ച് അടച്ചു പോകേണ്ടി വന്ന ഹതഭാഗ്യനായൊരു യുവാവാണിത്. വിദേശത്ത് പോയ കെട്ടിയവൾ പുത്തൻ മേച്ചിൽപ്പുറം തേടിയപ്പോൾ ഉള്ളിൽ കരഞ്ഞെങ്കിൽ കൂടി അയാൾ പിടിച്ചു നിന്നത് തൻ്റെ രക്തത്തിൽ പിറവിയെടുത്ത ആ മോന് വേണ്ടിയാണ്. അവരെന്ന പ്രതീക്ഷയ്ക്ക് ചുറ്റിലും തളച്ചിട്ട് അയാളുടെ ജീവിതം, സ്വപ്നങ്ങൾ, സന്തോഷങ്ങൾ അതുകൂടി നഷ്ടപ്പെടുന്ന സന്ദർഭം വന്നപ്പോൾ ആ പാവത്തിന് താങ്ങാൻ കഴിഞ്ഞു കാണില്ല. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പച്ചപ്പാവങ്ങളായ നിഷ്കളങ്ക മനസ്സുകൾക്ക് ഒരു പുല്ലുവിലയും ഇല്ലല്ലോ. അതൊരു പഞ്ചപാവമായതുകൊണ്ടാണ് ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ഇനിയും ആർക്കു മുന്നിലും ആരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലും ശിരസ് കുഞ്ഞ് ജീവിക്കേണ്ട എന്ന് കരുതി കാണും. വർണ്ണമാല്യം കുരുക്കായി മുറുകി ജീവനെടുക്കുന്നത് പെണ്ണുങ്ങളുടെ മാത്രമല്ല, മറിച്ച് നല്ലൊരു ശതമാനം ആണുങ്ങളുടേതും കൂടിയാണ്. അങ്ങനെ മടങ്ങേണ്ടി വന്നൊരു നിർഭാഗ്യവാനാണ് ഈ യുവാവ്. ഈ ദുരന്ത കഥയിലെ നായകൻ ഒരു ആൺപിറന്നവനായതുകൊണ്ട് പാട്രിയാർക്കിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ സോഷ്യൽ ഓഡിറ്റിങ്ങോ ഒന്നും ഉണ്ടാകില്ല. എഴുത്തിടങ്ങളിൽ അവനായി ആരും അക്ഷരങ്ങളാൽ ജോല പടർത്തുകയുമില്ല. കാരണം പൊതുബോധത്തിന് ഇന്നും വഞ്ചന, ചതി എന്നാൽ പെണ്ണിരയും ആൺവർഗം വേട്ടക്കാരനുമാണ്. മറിച്ചൊരു ചിന്ത ഇവിടെ പഥ്യമല്ല. ആണുങ്ങൾ കരയാറില്ലെന്ന ഭൂലോക വിഡിത്തം തിയറിയായി കെട്ടിച്ചമച്ച സൊസൈറ്റിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഉള്ളാലെ കരയുന്ന പല പുരുഷന്മാരുടെയും ഹൃദയം പൊട്ടിയുള്ള നീറ്റലിന് കാരണം പെണ്ണ് തന്നെയാണ്. പെണ്ണിരയാണെന്ന് ആവർത്തിച്ചുരുവിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മറുവശത്ത് യഥാർത്ഥ ഇരകളായി നിൽക്കുന്നത് പുരുഷന്മാരാണ് പലപ്പോഴും. ആ വരച്ച വര വിട്ടൊന്ന് മാറി നടക്കുന്ന ആണുങ്ങൾ ഇവിടെ വളരെ വിരളമാവുന്നതിന് കാരണം ഈ സമൂഹത്തിൽ നിലനിന്നു പോരുന്ന സോഷ്യൽ ഓഡിറ്റിങ്ങും ജഡ്ജ്മെന്റുകളും സ്ത്രീകൾക്ക് അനുകൂലം മാത്രമാകുന്നതിനാലാണ്. വഞ്ചനയും ചതിയും പീഡനവും ഗാർഹിക പീഡനവും ഹണി ട്രാപ്പും തേപ്പും ഒക്കെ കേവലം വൺ സൈഡ് പ്രോസസ് അല്ല, അതൊരു ടു-വേ പ്രോസസ് തന്നെയാണ്. പെണ്ണ് തീരാബാധിതയും ദുരിതവുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ആണുങ്ങൾ ഇവിടെയുണ്ട്. പെണ്ണ് വിരിച്ച വലയിൽ കുരുങ്ങി കൊല്ലപ്പെടുന്നവരുണ്ട്. സ്ത്രീ സുരക്ഷ എന്ന പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന പെൺ ക്രിമിനലിസത്തിന്റെ ഇരകളായി ജീവിതം വഴിമുട്ടിപ്പോയ എത്രയോ ആണുങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹമോചനത്തിനും അതുവഴി നല്ലൊരു തുക അലിമോണി കിട്ടാനും വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. പ്രണയക്കെണി ഒരുക്കി പലതും നേടിയ ശേഷം വലിച്ചെറിയുമ്പോൾ അപമാനിതനായി ഖിന്നനായി ആത്മഹത്യയിൽ അഭയം തേടുന്ന നിരവധി ആൺകുട്ടികളുമുണ്ട്. പക്ഷെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ആൺവേട്ടക്കാരനും പെണ്ണ് ഇരയും എന്ന ഫോക്കൽ പോയിന്റിലൂടെയാണ്. ഇത്തരത്തിലാണ് അഞ്ജു പാർവതി ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.